ചോയ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കൊച്ചിയിൽ ഏറ്റവും ബെസ്റ്റ് ഹോം മെയ്ഡ് ചിപ്സ് കിട്ടുന്ന ഷോപ്പ് ഏതാണെന്ന് അറിയാമോ? ഇല്ലെങ്കിൽ പറഞ്ഞു തരാം. ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം സൗത്ത് ചിറ്റൂർ റോഡിലുള്ള എടേക്കുന്നം എന്ന സ്ഥലത്തെ കല്യാണി സ്വീറ്റ്സിലാണ്. ഇവിടെ ചിപ്സ്, മുറുക്ക്, അച്ചപ്പം, ഹൽവ എന്നിങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒട്ടുമിക്ക എല്ലാ ബേക്കറി സ്നാക്സും സ്വീറ്റ്സും ഹോൾസെയിലായും റീറ്റെയിലായും നൽകുന്ന ഉൽപാദന യൂണിറ്റാണ് നമ്മുടെ ഈ കല്യാണി. ഇനി ഇവിടുത്തെ വെറൈറ്റീസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കിയാലോ. ഇനി ഈ കല്യാണി സ്വീറ്റ്സിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഇതിന്റെ ഓണറായ സജീവൻ ചേട്ടനോട് നമുക്ക് ചോദിച്ചറിയാം. അപ്പൊ ഇതാണ് നമ്മുടെ കല്യാണി സ്വീറ്റ്സിന്റെ ഓണറായ സജീവൻ ചേട്ടൻ. ചേട്ടാ നമസ്കാരം. അപ്പൊ ഞാനിവിടെ വന്നപ്പോ ഇവിടെ കുറെ സ്നാക്സ് ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് സത്യത്തിൽ കല്യാണി സ്വീറ്റ്സിലെ വെറൈറ്റീസ് ഓഫ് പലഹാരങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെ പ്രധാനമായിട്ട് ഹൽവയാണ് എൻ്റെ തുടക്കകാലത്ത് തുടങ്ങിയത്. അതിൻ്റെ മുകളിൽ പിന്നെ പല പല ഐറ്റംസ് ഫ്രൈഡ് ഐറ്റംസ് എല്ലാം മിക്സ്ചർ, ചിപ്സ്, പൊട്ടറ്റോ, കപ്പ 10-40 വെറൈറ്റി സാധനങ്ങൾ ഉണ്ടാക്കുന്നത്. ഇതിവിടുത്തെ ഡിസ്പ്ലേ കൗണ്ടറാണ്. ഇനി നമുക്ക് അകത്തുള്ള ഉൽപാദന യൂണിറ്റ് ഒന്ന് കാണാം. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഈ സ്നാക്സും സ്വീറ്റ്സും ഒക്കെ ഉണ്ടാക്കുന്നത്. സോ ചേട്ടാ, സാധാരണ ഈ ബേക്കറി ഐറ്റംസിലൊക്കെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി കുറേ പ്രിസർവേറ്റീവ്സ് ചേർക്കുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് അത് മാനേജ് ചെയ്യുന്നത്? പ്രിസർവേറ്റീവ് ഒന്നും ചേർക്കുന്നില്ല, അത് ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്, ഈ സാധനങ്ങൾ ഇന്നുണ്ടാക്കിയാൽ 2 ദിവസം കൊണ്ട് വിറ്റഴിക്കും. അപ്പം പഴകുന്നില്ല. നമുക്ക് 1.5 മാസം ലൈഫ് കൊടുക്കാം, പക്ഷെ അതിൻ്റെ ആവശ്യം വരുന്നില്ല. മാത്രമല്ല, ഞങ്ങൾ കളറ് നാച്ചുറൽ കളറാണ് ഉപയോഗിക്കുന്നത്. ഞങ്ങളെ ബേക്ക് എന്നാണ് ഞങ്ങളുടെ സംഘടനയുടെ പേര്. അത് ആ സംഘടന പറയുന്നുണ്ട് നിറങ്ങളോട് വിടാന്നാണ് ഞങ്ങളെ മുദ്രാവാക്യം. അപ്പം കഴിയുന്നതും ഞങ്ങൾ ആ കളറോട് ഒരു വിമുഖത, ജനങ്ങൾക്ക് കളർ വേണം, അപ്പം നാച്ചുറൽ കളർ ഉപയോഗിക്കും. അപ്പോൾ ഇപ്പോൾ ഓണം സീസൺ ഒക്കെയാണ് വരുന്നത്. അപ്പോൾ ഈ ശർക്കര പുരട്ടി, ഉപ്പേരി ഇതിനൊക്കെ നല്ല ചിലവുള്ള സമയമാണ്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കുന്ന രീതി ഒന്ന് പറയാമോ? ഉണ്ടാക്കിയത് ഇപ്പം വെളിച്ചെണ്ണയുടെ വില നമുക്ക് അറിയാലോ, വീട്ടില് വെളിച്ചെണ്ണ ആ വില അറിയാലോ. വെളിച്ചെണ്ണയ്ക്ക് നല്ല തീ പിടിച്ച വില. അപ്പൊ അതെങ്ങനെയാ മാനേജ് ചെയ്യുന്നത്? അതിപ്പം വെളിച്ചെണ്ണ വില കൂടിയെന്ന് കരുതി ഞങ്ങൾ ഓയിലേക്ക് ആകൂല. അപ്പം വെളിച്ചെണ്ണ വില കൂടുമ്പോൾ ആ ഉൽപ്പന്നത്തിന് വില കൂട്ടും. അങ്ങനെയാണ് ചെയ്യുന്നത് സാധാരണഗതി. ക്വാളിറ്റിയിൽ ഒരു വിട്ടുവീഴ്ച. ഇതെന്താണ് ഉണ്ടാക്കുന്നത്? ഇത് ഹൽവ. ഹൽവ. അപ്പം ഇത് പ്യൂർ വെളിച്ചെണ്ണ, നമ്മുടെ ചക്കിലാട്ടിയ വെളിച്ചെണ്ണ പറയുന്നത്. നല്ല നമുക്ക് നേരിട്ട് പോയി മില്ലിൽ പോയി എടുത്ത് അങ്ങനെ ശുദ്ധമായ വെളിച്ചെണ്ണ ഉണ്ടാക്കും. ഇതെന്തോരം ഉണ്ടാക്കും? ദിവസം ഒരു 400 കിലോ. 400 കിലോ ഒരു ട്രിപ്പിൽ 30 കിലോ ഉണ്ടാവും. ചേട്ടന്റെ സ്വന്തം നാട് കൊച്ചിയാണോ? അല്ല, ഞാൻ കോഴിക്കോട് ജില്ലയിലെ വടകര എന്നൊരു സ്ഥലത്ത്. ഇവിടെ വന്ന് സെറ്റിൽ ആയതാണ്. 16-ാം വയസ്സിൽ നാട് വിട്ട് ഇവിടെ ഒരു 13 കൊല്ലം ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്ത് പിന്നെ 27 കൊല്ലം ഇപ്പോൾ തുടങ്ങുമ്പോൾ സ്റ്റാഫൊന്നും ഉണ്ടായില്ല. സ്റ്റാഫ് നമ്മളെ മക്കൾ ഉണ്ടായില്ല. ഞാൻ ഒറ്റക്ക് തുടങ്ങിയതാണ്. ജൈവസായിട്ട് ഇങ്ങനെ പോകുന്നു. വീട്ടിലാരൊക്കെയുണ്ട്? വൈഫ് സീന, മോനുണ്ട്. മോൻ ഇവിടെ തന്നെ ഉണ്ട്, ഇപ്പോൾ പുറത്ത് പോയില്ല. പിന്നെ മോൻ അർജുൻ, മോള് അക്ഷര. ഒരു ദുബായ് കമ്പനി ജോലിയാണ്. അപ്പോൾ ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഫാമിലിയുടെ സപ്പോർട്ടൊക്കെ എങ്ങനെയാണ്? സപ്പോർട്ട് ഒരു കർഷകന്റെ മോനാണ് ഞാൻ. 8 മക്കളിൽ ഒരാൾ. അപ്പം അച്ഛൻ്റെ അമ്മേൻ്റെ അനുഗ്രഹം അതന്നെ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഫീൽഡിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങണമെന്ന് തോന്നിയത്? ഞാൻ തുടങ്ങിയത്, എൻ്റെ ജോലി തുടങ്ങിയത് ഇങ്ങനത്തെ ഒരു സംഭവമാണ്. അപ്പം അത് വെച്ച് ഞാനത് തുടങ്ങി നോക്കി. ദൈവസഹായിച്ച് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഇതാണല്ലേ നമ്മുടെ പാക്കിംഗ് യൂണിറ്റ്. ഓക്കെ. അപ്പോൾ ഈ കല്യാണിയുടെ പ്രോഡക്ട്സ് നമുക്ക് കൊച്ചിയിൽ മാത്രമാണോ അതോ മറ്റ് ജില്ലകളിലേക്ക് കിട്ടും? നമ്മൾ നേരിട്ട് കൊടുക്കുന്നത് കൊച്ചി. പിന്നെ ഈ
വിതരണക്കാരുണ്ട്, 2-3 വിതരണക്കാരുണ്ട്. അവർ സാധനം എടുത്ത് പോയി തിരുവനന്തപുരം വരെ ഉണ്ട്. അപ്പോൾ മറ്റ് ജില്ലകളിലേക്ക് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വഴി കൊടുക്കും. അപ്പോൾ ഇവിടെ കൂടുതലും ഞാൻ സ്റ്റാഫായിട്ട് കണ്ടത് ലേഡീസിനെയാണ്. അപ്പോൾ ഇവിടെ അടുത്തുള്ളവർ തന്നെയാണോ? ലേഡീസൊക്കെ ഈ നമ്മുടെ കമ്പനീൻ്റെ അടുത്ത് ചുറ്റും ഒരു നടന്നു പോകേണ്ട ദൂരത്തില്ല. ഓക്കെ, കുറച്ച് ലേഡീസിന് ജോലി കൊടുക്കണമെന്നുണ്ട്. ഒരു സന്തോഷമുള്ള കാര്യമല്ലേ. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഹോം മെയ്ഡ് ബേക്കറി ഐറ്റംസ് അന്വേഷിക്കുന്നവർക്ക് കല്യാണി സ്വീറ്റ്സ് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഓണമൊക്കെയല്ലേ വരുന്നത്, അപ്പോൾ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും സജീവൻ ചേട്ടനെ കോൺടാക്ട് ചെയ്താൽ മതി. ഡീറ്റെയിൽസ് താഴെ കൊടുത്തിട്ടുണ്ട്.